യുവജന വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സേതു മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ കാരണവന്മാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കൊച്ചു അനിയന്മാരെ, അനിയത്തിമാരെ, നമ്മളെല്ലാവരും നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു വലിയ സംഗമത്തിലാണ് നമ്മളുള്ളത്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 7ാമത് ചെവടിക്കുന്നൻ കുടുംബത്തിൻ്റെ വലിയ ഒരു സംഗമമാണിത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും കുടുംബ ബന്ധങ്ങൾ പുലർത്തുകയും ഒക്കെ ചെയ്തു. ഇനി അടുത്ത് നടക്കാൻ പോകുന്ന സെഷൻ യൂത്തിനെ കുറിച്ച്, യൂത്ത് നമ്മോട് എന്തൊക്കെയാണ് സംവദിക്കുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ്. ഈ വിഷയത്തിൻ്റെ മുന്നോടിയായി ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട 5-6 പോയിന്റുകളെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് നേരത്തെ അബ്ദുൽ മുസ്ലിയാർ ചേറൂർ നമ്മുടെ മുന്നിലിട്ടിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ മദ്രസകളിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ ഓതാൻ പഠിച്ചത്. സൂറത്ത് ഫാത്തിഹ പഠിച്ചത് മദ്രസയിൽ നിന്നാണ്. നമ്മൾ മലയാളം എഴുതാനും വായിക്കാനും പഠിക്കുന്നത് സ്കൂളിൽ നിന്നാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പുതുതായി നാം നേടുന്നതെല്ലാം നമ്മൾ പഠിച്ചത് ഇതുപോലുള്ള സ്കൂളുകളും മദ്രസകളും തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ്. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു ഉയരുന്നത്. ഇതൊരു അക്കാഡമിക്കൽ വിവരമാണ് എന്ന് പറഞ്ഞാൽ സ്കൂൾ മദ്രസയിൽ നിന്നുള്ള കിട്ടുന്ന പഠനമാണ്. അവസാനം ആ വർഷം കഴിയുമ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, നമ്മൾ ക്വാളിഫൈഡ് ആയി എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും എൻ്റെ ഉപ്പമാരോടും എൻ്റെ സഹോദരന്മാരോടും സഹോദരിമാരോടൊക്കെ ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എവിടെ നിന്നാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നല്ല പാരൻ്റ് ആവുക, നല്ല പിതാവാവുക, നല്ല ഉമ്മയാവുക എന്നത് നാം പഠിച്ചത്? നേരത്തെ ഉസ്താദ് രാവിലെ വലിയൊരു ചോദ്യം തന്നെയാണ് നമ്മോട് ഇട്ടത്. നമ്മൾ എവിടെ നിന്നാണ് നമ്മുടെ കുട്ടികളെ വളർത്തുന്നത്, എങ്ങനെയാണ് എന്ന് നമ്മൾ പഠിച്ചത്? വിവാഹത്തിന് മുന്നെയോ അതിന് ശേഷമോ നമുക്കിതുപോലെ ഒരു ക്ലാസ് ഒന്നുമില്ല. നമ്മൾ എവിടെ നിന്നെയാണ് നമ്മൾ പഠിച്ചത്? നമ്മളുടെ രക്ഷിതാക്കളിൽ നിന്നായിരിക്കും. സ്വാഭാവികമായിട്ടും അതിൽ പലതും തെറ്റും ശരിയുമുണ്ടാകും. അന്ന് നമ്മുടെ രക്ഷിതാക്കൾ എന്താണോ കാണിച്ചത് അത് തന്നെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണിക്കുന്നത്. പക്ഷെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മളെ നമ്മുടെ രക്ഷിതാക്കൾ വളർത്തിയതുപോലുള്ള ഒരു സിറ്റുവേഷൻ അല്ല, സാഹചര്യമല്ല ഇന്നുള്ളത്. പക്ഷേ ഇന്നത്തെ കുട്ടികളെ വളർത്തുന്നതിനനുസരിച്ച്, ഇന്നത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ അല്ല നമ്മളെ രക്ഷിതാക്കൾ നമ്മളെ പഠിപ്പിച്ചത്. പക്ഷേ നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല, പഠിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ എന്നാണ് നമ്മുടെ കുട്ടികളോട് എന്നും നമ്മൾ പറയുന്ന കാര്യം, നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കരുത്, എൻ്റെ മൊബൈൽ ഫോൺ എടുക്കരുതെന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്. പക്ഷേ അവർ വീണ്ടും അതെടുക്കും, കുറേ സമയം അവരതിൽ ചെലവഴിക്കും. നമുക്കത് പറയാൻ കഴിയില്ല. എങ്ങനെ അത് എടുക്കരുതെന്ന് 100% റിസ്ട്രിക്റ്റ് ചെയ്ത് നിർബന്ധിച്ച് നമ്മൾ മറച്ചു വെച്ചാൽ നമുക്ക് കഴിയില്ല. നമ്മളെ പാസ്വേഡ് എങ്ങനെയെങ്കിലും അവരെടുക്കും, എന്നിട്ട് വീണ്ടും അവർ മൊബൈൽ ഫോൺ എടുക്കും. കാരണം അവർ ജനിച്ച സിറ്റുവേഷൻ വേറെയാണ്, അവർ ജനിച്ച സമയം വേറെയാണ്, അവർ വളരുന്ന സമയം വേറെയാണ്, അവരുടെ വളർച്ചയുടെ രീതിയും ഭക്ഷണവും അവരുടെ ജീവിത സാഹചര്യവും എല്ലാം വേറെയാണ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉസ്താദ് പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറയുന്നത്, നമ്മൾ ഒരുപാട് മാറേണ്ടതില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും പഠിക്കേണ്ടതുണ്ട്. പാരൻറ്റിങ് എന്നുള്ള വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കല്യാണം കഴിക്കുന്ന ഒരാൾ, ഉമ്മയായ ഒരാൾ, ഉപ്പയായ ഒരാൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട, നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ, അത് പാരൻറ്റിങ് ആണ്. എങ്ങനെ നല്ല പാരൻ്റ് ആവണം,
എങ്ങനെ നല്ല ഉമ്മയാകണം, എങ്ങനെ നല്ല ഉപ്പയാവണം എന്ന് നമ്മൾ പഠിക്കണം. പഠിച്ചിട്ടേ നമുക്ക് കാര്യമുള്ളൂ. അതിനാവശ്യമായ ഒരു 5-6 പോയിന്റ്സ് തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തുടർന്നും ഇൻഷാ അള്ളാ ഇതുപോലുള്ള സംഗമങ്ങൾ, നമ്മുടെ ചെവിടിക്കുന്നം കുടുംബത്തിൻ്റെ ഒരു സംഗമം മാത്രമാണിത്. അല്ലെങ്കിൽ എല്ലാവരും പങ്കെടുത്തിട്ടൊന്നുമില്ല. എന്നാൽ പോലും ഈ ഓഡിറ്റോറിയമോ ഈ ക്യാൻറ്റീനോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമോ ഇതൊന്നും നമുക്ക് മതിയാവില്ല. അത്രയും വലിയ ഒരു കുടുംബം, അത്രയും ആളുകളെ പങ്കെടുപ്പിക്കാൻ കഴിയുന്ന വിശാലമായി മലബാറിൻ്റെ ഏരിയയിൽ നിരന്ന് കിടക്കുന്ന ഒരു കുടുംബമാണ് നമ്മുടേത്. ഇവിടെ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, എൻജിനീയർമാരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അധ്യാപകരുണ്ട്, മദ്രസാധ്യാപകരുണ്ട്, ഇങ്ങ് തുടങ്ങി ഒരുപാട് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളുള്ള ഒരു കുടുംബത്തിൻ്റെ ആളുകൾ. നമ്മൾ വെറും സമ്മേളനം നടത്തിയിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയപ്പോരാ. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ വളരണം, ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും നല്ല പോളിഷ്ഡ് ആയിട്ടുള്ള കഴിവുള്ള മക്കളായി നമ്മുടെ മക്കൾ എങ്ങനെ വളരണമെന്ന് ഈ ഗ്രൂപ്പിൽ നിന്ന്, ഈ തലമുറയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പം അതിനുള്ള ഒരു സംഗമമാണ് യൂത്ത് ഇവിടെ ഇൻഷാ അല്ലാഹ് നടത്താൻ പോകുന്നത്. പുതിയ കമ്മിറ്റികൾ വരണം, പുതിയ ആളുകളിലേക്ക് എത്തണം. നമ്മുടെ കുട്ടികൾക്കും നമ്മൾക്കും ഒരുപാട് പുരോഗതിയിലേക്ക് എത്തേണ്ടത്. അതിൻ്റെ ആവശ്യമായ പാരൻറ്റിങ്ങിനാവശ്യമായ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അറിയുന്ന ആളുകൾ മൊബൈലിൽ തന്നെ, മൊബൈലിൽ നോട്ട്സ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പിൽ അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ എഴുതി വെക്കാം. നോട്ട്സ് എന്നാണത്. നമ്മളെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയാൽ അതിൽ കാണാം നോട്ട്സ് എന്നുള്ള ഒരു നോട്ട്ബുക്ക് പോലെ ഒരു സാധനം എഴുതി വെക്കാൻ പറ്റുന്നത്. അതൊക്കെ നമുക്ക് വേണം. കുട്ടികൾ പീടികയിലേക്ക് പോകുമ്പോൾ ഒരു കടലാസിൽ മലയാളത്തിൽ പകുതി എഴുതിയതും എഴുതാത്തതുമായ സാധനങ്ങളല്ല. കുട്ടികളെ കയ്യിൽ മൊബൈലുണ്ടാവും, മൊബൈലിൽ എഴുതാൻ പറയണം, അത് എഴുതിയേക്കടാ എന്ന് പറഞ്ഞിട്ട് ആ നോട്ട്സിൽ എഴുതി വെക്കണം. എന്നത് മല്ലി, ശർക്കര, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ. അപ്പം അങ്ങനെ ആപ്പ് ഉള്ള ആളുകൾ ഈ പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കണം. അല്ലാത്തവർക്ക് ഇതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടാവും, ആ റെക്കോർഡിങ്ങുകളിൽ കേൾക്കണം. അതും കഴിയാത്ത ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ തുടർ പ്രോഗ്രാമുകളായിട്ട് നമുക്ക് സംഘടിപ്പിക്കേണ്ടതുണ്ട്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്നറിയോ? ലിസൺ ടു ദ ചിൽഡ്രൻ എന്നാണ്. അഥവാ നമ്മുടെ കുട്ടികളെ നമ്മൾ കേൾക്കുക. നമ്മളുടെ മക്കൾ നമ്മോട് പറയുന്നത് നമ്മൾ കേട്ടിരിക്കണം. നമ്മളെ മക്കൾ പറയുന്നത് നമ്മളല്ലേ കേൾക്കാനുള്ളത്. അവർക്ക് നമ്മൾ ചെവിട് കൊടുത്തേ പറ്റൂ. എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴേക്ക് ഇങ്ങോട്ട് വരല്ലേ, ഇവിടെ ഒഴിവില്ല, എനിക്ക് സമയമില്ല, എനിക്ക് അവിടെ കിച്ചണിൽ വേറെ പണിയുണ്ട്, എനിക്ക് എൻ്റെ ജോലി കഴിഞ്ഞ് ഇപ്പോൾ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞ് തിരക്ക് പിടിക്കേണ്ടവരല്ല. നമ്മൾ ഈ ഭൂമിയിൽ ആരുടെയെങ്കിലും ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അത് നമ്മുടെ മക്കളുടേതാവണം. എഴുതി വെക്കണം നമ്മുടെ മനസ്സിലത്. നമ്മളാണ് നമ്മുടെ മക്കളെ കേൾക്കേണ്ടത്. അവർക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും. അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പറയുന്ന ഒരുപാട് കഥകൾ കേൾക്കേണ്ടവർ നമ്മളാണ്. നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കണം. അവരിൽ നിന്ന് നമ്മൾ കേട്ട് ക്ഷമയോടെ കേൾക്കണം. അത് ക്ഷമയോടെ നമ്മൾ കേട്ടാൽ എന്താ അതിൻ്റെ ഗുണം? ഈ മക്കൾ നമ്മളുടെമായിട്ടുള്ള ബന്ധം വളരെ കൂടും. അവർ സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ സമയം ചെലവഴിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളില്ലേ, സന്തോഷമല്ലേ, ആ സന്തോഷം വീടിൻ്റെ അകത്ത് നമുക്ക് കൊടുക്കാൻ കഴിയണം. ഒരിക്കലും നമ്മുടെ പെൺമക്കളോടോ ഒരിക്കലും നമ്മുടെ ആ മക്കളോടോ എനിക്ക് കേൾക്കാൻ സമയമില്ല, ഇത് ഇപ്പോൾ ഉണ്ടാക്ക്, നീ മിണ്ടാതിരിക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സമയം അവർക്ക് കൊടുത്തേ പറ്റൂ. അവർ കേൾക്കണം. അവരെത്ര മുതിർന്നവരാണെങ്കിലും, അവരെത്ര വലുതായി എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും, വയസ്സുകൊണ്ട് അവരെത്ര മുതിർന്നാലും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നമ്മളെ ഈ ഭൂമിയിലുള്ളൂ എന്ന് ഓരോ അച്ഛനും ഓരോ പിതാവും ഓരോ അമ്മയും ഓരോ ഉമ്മയും കേൾക്കണം, മനസ്സിലാക്കണം. ഒരു പോയിന്റ് അതാണ്. നമ്മൾ മാറണം. നമ്മൾ എൻ്റെ ഈ പ്രസംഗത്തിൽ നിന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ എഴുതി വെച്ച് നമ്മൾ മാറണം. 1, നമ്മുടെ കുട്ടികളെ കേൾക്കാൻ നാം സമയം കാണണം, കേൾക്കണം. മറ്റൊന്ന്, ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ അവരോട് ചോദിക്കണം. അവരെക്കുറിച്ച്, അവരുടെ സ്കൂളിലെ കാര്യങ്ങളെക്കുറിച്ച്, അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് അവരോട് നമ്മളങ്ങ് ചോദിക്കുക. എങ്ങനെ വേങ്ങരയിലേക്ക് എങ്ങനെ നമ്മൾ ഇവിടുന്ന് പോവുക? നമ്മൾ കുട്ടികളോട് ചോദിക്കുക, എങ്ങനെ ഇവിടുന്ന് വേങ്ങരക്ക് പോവാം? അപ്പം അവനിങ്ങനെ പറഞ്ഞു തരും. അവൻ്റെ ഒരു വിഷയം തീർക്കാൻ നമുക്കത് അറിയില്ല എന്നിരിക്കും. പക്ഷേ അറിഞ്ഞാലും നാം അവരോട് ചോദിച്ച് മനസ്സിലാക്കി. അതൊരു അംഗീകാരമാണ്. ഈ അംഗീകാരം നമ്മൾ 10, 60, 70 വയസ്സ് പ്രായമുള്ള കാരണന്മാർക്ക് കൊടുക്കും. കാരണന്മാരോട് ചെന്നുകാട് ചോദിക്കും എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് അവർക്കുള്ള അംഗീകാരമാണ്. അത് ചോദിക്കണം, ചോദിക്കേണ്ടതല്ല. പക്ഷേ അതുപോലെ പ്രാധാന്യമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം. അവരോട് ചോദിക്കണം, എന്തൊക്കെയുണ്ട്.
എടാ നമുക്കിപ്പോൾ നമ്മൾ വീട്ടിൽ സൽക്കാരം നടത്താണ്, സൽക്കാരം നടത്തുമ്പോൾ ചോദിക്കണം എന്താണ് ഭക്ഷണം വേണ്ടത്? ചെറിയ മോനായിക്കോട്ടെ, അവനെന്താ വേണ്ടത്? അപ്പോൾ അവൻ പറയാൻ ചിക്കൻ പൊരിച്ചത് വേണം, ബീഫ് വേണം, അതല്ലെങ്കിൽ മന്തി വേണം, ബിരിയാണി വേണം. അങ്ങനെ കുറേ ഓപ്ഷൻ കൊടുത്തിട്ട് നമ്മൾ പറയും ഓൻ്റെ ഓപ്ഷൻ ആയിക്കോട്ടെ, എനക്കത് ഇതാണ് ഇഷ്ടമെങ്കിൽ ഇതാണ് ഇന്നത്തെ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ അവൻ്റെ അഭിപ്രായം നാം സ്വീകരിക്കുക. അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തി അവസാനം നമ്മളെ അവനെയും കൂടി പരിഗണിച്ചു അവളെയും കൂടി പരിഗണിച്ചു എന്ന അർത്ഥത്തിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തന്നെ നടപ്പിലാക്കുക. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു, ലിസൺ ടു ദ ചിൽഡ്രൻ, നമ്മുടെ കുട്ടികളെ കേൾക്കുക. മറ്റൊന്ന്, നമ്മൾ അവരോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവരെ തന്നെ എനർജൈസ് ചെയ്യുക. ഓക്കെ. മൂന്നാമത്തെ ഒന്ന്, നമ്മുടെ കുട്ടികൾ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളുണ്ടാവും. നമ്മുടെ വീട്ടിലെ കിച്ചണിൻ്റെ ടൈൽസ് മാറ്റണം എന്ന് വിചാരിക്കാം, കുട്ടികളോട് നമ്മൾ അഭിപ്രായം ഒന്ന് ചോദിക്കാം. വീടിൻ്റെ പെയിൻറ്റിങ് ഒന്ന് മാറ്റണം എന്ന് വിചാരിക്കാം, അവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കാം. അത് എത്ര മുതിർന്നവരാവട്ടെ എത്ര ചെറിയവരാവട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. ഇങ്ങനെ ഒരു ചർച്ച വീടിൻ്റെ അകത്തളത്തിൽ ഉണ്ടാവണം. നമ്മളെ വീടല്ലേ, ഞാൻ ചെയ്യുന്നതിന് അവർ സ്വീകരിക്കുമല്ലോ എന്നൊന്നും പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടമല്ല. നമ്മളെ കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ചെറിയ മക്കളായിരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇന്ന് കുട്ടികൾ മാറിയിരിക്കുന്നു, ലോകം മാറിയിരിക്കുന്നു. ഞാൻ കുറച്ച് നേരത്തെ AI ഉപയോഗിച്ചിട്ട് ചെവിടിക്കുന്ന കുടുംബത്തെക്കുറിച്ച് ഞാൻ നമ്മളെ ചാറ്റ് GPT ചോദിച്ചു, എന്താണ് ചെവിടിക്കുന്ന ഫാമിലിയെക്കുറിച്ച്. അപ്പോൾ അതിൽ കണ്ടത് ഇത് മലബാറിലെ പുരാതനമായ നായർ കുടുംബമാണ് എന്നാണ് അതിലുള്ളത്. കാരണം അതിൽ അപ്ലോഡ് ചെയ്തതാണ് അതിലുണ്ടാവുക. അപ്പോൾ അവർ പറയുന്നില്ല 16-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ആയിരിക്കാം, നമുക്കറിയില്ലല്ലോ. 16-ാം നൂറ്റാണ്ട് വരെ ഉള്ള ഇവിടെ നിന്ന് 400 കൊല്ലം വരെയുള്ള ചരിത്രം നമ്മളെ കയ്യിലുണ്ട്. പ്രൂഫ് അടക്കം നമ്മളെ കയ്യിലുണ്ട്. 400-ന് അങ്ങോട്ടില്ലാത്തതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ചാറ്റ് GPT ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്ന മക്കളാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ചാറ്റ് GPT എന്താണെന്ന് അറിയാത്ത ആളുകൾ നമ്മൾ കൂട്ടത്തിലുണ്ടാവും. ചാറ്റ് GPT എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് എന്താവശ്യമുണ്ടോ അത് നമ്മളതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൽ തരും, ഇന്നതൊക്കെയാണ് വേണ്ടത്. യാതൊരു പേടിയനില്ല. AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ലോകത്താണ് നമ്മളെ മക്കളുള്ളത്. നിങ്ങളെ കുട്ടികൾക്ക് ഒരു അസൈൻമെൻറ്റ് ചെയ്യണം സ്കൂളിലേക്ക്, അല്ലെങ്കിൽ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടൂലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഉത്തരം ഓല് തരും. ഒരു പേടിയില്ല. ഇൻ്റർനെറ്റിനേക്കാളും ഇൻ്റർനെറ്റാണിത്, പക്ഷേ സാധാരണ നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുന്നതിനേക്കാളും എത്രയോ ആപ്റ്റായിട്ടുള്ള സുന്ദരമായ കൃത്യമായ റിപ്ലൈ നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനമുള്ള ലോകത്താണ് നമ്മളെ കുട്ടികളെ വളർത്തേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അവർക്കും പ്രാധാന്യം കൊടുക്കണം. അവർക്കും പ്രാധാന്യം കൊടുത്തേ പറ്റൂ. നാലാമത്തെ ഒരു പോയിന്റ്, നമ്മൾ നോ എന്ന് പറയാൻ പഠിപ്പിക്കുക. എങ്ങനെ? എല്ലാത്തിനും നമ്മൾ അംഗീകരിക്കില്ല. കുട്ടികളെ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അത് തന്നെ ഇതുമൊക്കെ എല്ലാം ഉമ്മച്ചി പറയുന്നത് പോലെ അല്ലെങ്കിൽ ഉപ്പച്ചി പറയുന്നത് പോലെ എന്ന ഒരു രീതി ശരിയല്ല. ചിലത് അവരുടെ അഭിപ്രായങ്ങളുണ്ടാവും, അവർക്ക് നോ പറയാനുള്ള അവസരം ഉണ്ടാവും. അതുണ്ടാവണം, അത് പഠിപ്പിക്കണം നമ്മളെ. കാരണം അവരുടെ ജീവിതത്തിൽ പല സമയത്തും ഇതെന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയേണ്ടി വരും. ജീവിതത്തിൽ അത് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്നകത്ത് തന്നെ കഴിയാത്ത കാര്യം കഴിയില്ല, കഴിയാത്ത കാര്യം കഴിയില്ല എന്ന് പറയാൻ ഒരു മടി വേണ്ട. അതിൽ ചില ആളുകൾക്ക് ഒരു വിമ്മിഷ്ട തുടക്കത്തിലുണ്ടാവും, അത് ആരായാലും ഉണ്ടാവും. പക്ഷേ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ തന്നെ നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതാണ്. കഴിയാത്ത കാര്യം, സർ എനിക്കത് കഴിയില്ല, ഇന്ന് കഴിയില്ല നാളെ ചെയ്യാം, ഇന്ന് കഴിയില്ല ഞാൻ ശ്രമിക്കാം, ഇങ്ങനെ തുടങ്ങി എല്ലാത്തിനും യെസ് ഇങ്ങനെ തലയാട്ടി പോരുന്നതല്ല സംസ്കാരം വേണ്ടത്. നമുക്ക് വേണ്ടത് കഴിയുന്നത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കത് കഴിയും, ചെയ്യണം. നമ്മളെല്ലാ സഹായം കൊടുക്കണം എല്ലാ കാര്യത്തിലും. ഒരു കാര്യം ഒന്നോ രണ്ടോ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ജീവിതത്തിൻ്റെ ആവശ്യമായ പാരൻറ്റിങ് എന്ന രംഗത്ത് നമ്മൾ പഠിക്കേണ്ട, നമ്മളെ മക്കളെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കേണ്ട, ചെയ്ത് പഠിപ്പിക്കേണ്ട, കാണിച്ചു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത്. അപ്പോൾ നമ്മൾ അവരെ പഠിപ്പിക്കണം. നോ, കഴിയാത്ത കാര്യങ്ങൾ നോ എന്ന് പറയാൻ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നോ, ഇത് ചെയ്യരുത് എന്ന് പറയാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ കുട്ടികളെ മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യരുത്. മറ്റു കുട്ടികളായിട്ട് ഒരിക്കലും നമ്മളെ കമ്പയർ ചെയ്യില്ല. അത് കമ്പയർ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എൻ്റെ മകൻ എൻ്റെ പ്രൊഡക്റ്റാണ്, അത് എൻ്റെ ജീനാണ്. എനിക്കുള്ള കഴിവേ ആ കുട്ടിക്കുണ്ടാവും. അത് അയൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്ക് അവന് 100-ൽ 90 മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ
എൻ്റെ മകന് കിട്ടിയത് 100-ൽ 60 അത് കണ്ടില്ല, നീ അവനെ നോക്കിയിട്ട് പഠിക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അനിയൻ്റെ മകൾക്ക് ഇത്ര മാർക്ക് കിട്ടി, എൻ്റെ മകൾക്ക് ഇത്ര മാർക്ക് കിട്ടി എന്ന ഒരു കമ്പാരിസൺ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്. അപ്പോൾ ആ കുട്ടികൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് അവരെ മാനസികമായി പീഡിപ്പിക്കാൻ പാടുള്ളതല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മുടെ കുട്ടിക്ക് നമ്മുടെ ഒരു കഴിവുണ്ട്, നമ്മുടെ കുട്ടികൾക്കുള്ള കഴിവ് മറ്റു കുട്ടികൾക്കുണ്ടാവില്ല, മറ്റുള്ള കുട്ടികൾക്ക് കഴിവ് നമുക്കുണ്ടാവില്ല, അത് നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ട് തന്നെ അവരെ കമ്പയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവാൻ പാടില്ല. ഇനി 6ാമത്തെ ഒരു പോയിന്റ്, അത് നമ്മളെ പിതാക്കളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അഥവാ നമ്മൾ കുറച്ചൊക്കെ സമയം നമ്മുടെ കുട്ടികളെ കൂടെ ചെലവഴിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്താണെന്നറിയും? അത് നമ്മളെ മക്കളാണ്. നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് മക്കളാണ്, അതിലൊരു സംശയവുമില്ല. നമ്മൾ കുറേ സമയം മറ്റ് ബിസിനസ്സിൽ നമ്മൾ ചെലവഴിച്ച് ഒരുപാട് ബിസിനസ്സിൽ വമ്പൻ വിജയം ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിന് വീട്ടിലെ ചിലവ് നയിക്കാൻ ഒരു 10,000, 30,000, 40,000 രൂപ ചിലവ് വരും. അത് കഴിഞ്ഞ് അതിൻ്റെ എക്സ്ട്രാ വരുന്ന എമൗണ്ടുകളൊക്കെ അതൊക്കെ മറ്റാരെങ്കിലൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് വാങ്ങിപ്പോവും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രൂപത്തിൽ ചിലവഴിക്കും. നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തിന് ആവശ്യമായ എമൗണ്ടിന് അപ്പുറത്തുള്ളതൊക്കെ നേരത്തെ രാവിലെ ഉസ്താദ് പറഞ്ഞതുപോലെ എക്സസാണ്, കൂടുതലാണ്. അങ്ങനെ വലിയ വരുമാനം ഉണ്ടാക്കുന്നതിനേക്കാളും അപ്പുറം, അതിനേക്കാളും പ്രധാനം നമ്മൾ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കുക എന്നതാണ്. അതിന് ടൂർ വേണോ? ടൂർ നമ്മൾ പോകണം. വീട്ടിൽ ഒരു ദിവസം ലീവ് എടുത്ത് നമ്മൾ വീട്ടിലിരിക്കണം. വീട്ടിലൊരു സൽക്കാര പരിപാടികളുണ്ടോ, നമ്മൾ കുട്ടികളുടെ കൂടെ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള സമയം നമ്മൾ കാണണം. മർമ്മമാണ്, 100% ഇത് അത്യാവശ്യമാണ്. നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ മക്കളുടെ കൂടെ സമയം ചെലവഴിക്കണം. ഇത് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും. ജോലിയുള്ള ഉമ്മമാരോടൊക്കെ എൻ്റെ വിനീതമായ അപേക്ഷ, നമ്മളെ ജോലിക്കപ്പുറത്ത് കുറേ പെൻഷനും കുറേ ശമ്പളവും വാങ്ങിയതിലൊന്നും ഒരു കാര്യമില്ല, അതൊക്കെ വെറുതെയാണ്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം. ഞാൻ എൻ്റെ അടുത്ത് കാശുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 2-3 ഷർട്ട് ഇട്ട് കണ്ട് ഞാനിവിടെ വന്നാൽ നിങ്ങളെന്താ എന്നെ വിളിക്കുക? ഇന്ന് ഈ പരിപാടിക്ക് വിളിക്കുമോ? ഒരിക്കലും വിളിക്കൂല. കാരണം ഓനെന്താ ചെറിയ കുഴപ്പമുണ്ടെന്ന് പറയും. കാരണം എന്താ, നമുക്ക് ഒരു ഡ്രസ്സിനപ്പുറത്ത് 2-3 ഡ്രസ്സ് ധരിക്കാൻ കഴിയില്ല. നമുക്ക് ഒരു നേരം നല്ല ഭക്ഷണം കഴിച്ചു, 2ാമത്തെ നേരം എൻ്റെ അടുത്ത് കാശുണ്ടെന്ന് വിചാരിച്ചു അതേ ഭക്ഷണം ആവർത്തിച്ച് നമുക്ക് കഴിക്കാൻ കഴിയില്ല. പണമല്ല ഏറ്റവും വലിയത്, പകരം നല്ല സ്നേഹമുള്ള സമാധാനത്തോടു കൂടിയുള്ള കുടുംബജീവിതമാണ്. അതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ നാം ചെയ്തേ പറ്റൂ, അത് നിർബന്ധവുമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സമയം കുട്ടികളെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുക. ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ 2 കൊല്ലം 3 കൊല്ലമൊക്കെ അവിടെ പോയി നിൽക്കുന്നതിന് പകരം സാധിക്കുന്ന സമയത്തൊക്കെ നമുക്കിവിടെ വന്ന്, അത് 10 ദിവസത്താണെങ്കിൽ 10 ദിവസം, ഒരു മാസമാണെങ്കിൽ ഒരു മാസം, നമുക്ക് എത്രയാണ് സാധിക്കുന്നത് നമ്മൾ ചെയ്യുക. അതിന് നമ്മൾ സമയം കാണണം. അതിൻ്റെ വിലയേക്കാൾ അപ്പുറത്ത് ആ കുട്ടികളെ കൂടെ സമയം ചെലവഴിക്കുന്നത് പ്രാധാന്യമുണ്ട് എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മൾ അൺകണ്ടീഷണൽ ലവ് എന്നാണ് അതിന് പറയാം. ഒരു പ്രത്യേകിച്ചൊന്നും, എല്ലാവരോടും തുല്യമായ സ്നേഹം. മൂത്ത മകനോട് പ്രത്യേക സ്നേഹമോ ഏറ്റവും ഇളയ മകനോട് പ്രത്യേക സ്നേഹമോ ഒരു സോഫ്റ്റ് കോർണറോ നമുക്ക് ആവശ്യമില്ല. അത് കുട്ടികളിൽ പെയിൻ ഉണ്ടാക്കും, വേദനയുണ്ടാക്കും. അവർ പിന്നീടത് പറയും. എൻ്റെ ഇക്കനെ അവരെല്ലാവരും പേരല്ല വിളിക്കുക, ഓൻ്റെ മൂത്തതിനെ ഓൻ്റെ പേരല്ല വിളിക്കുക, ഓനെ നല്ല കുഞ്ഞാവാന്ന വിളിക്കുക. എന്നാൽ ഇന്ന ഓനെ വിളിക്കൽ എൻ്റെ പേരാണ്. അത് ഈ കൊച്ചു കുട്ടികൾക്ക് അറിയാം, ആ തിരിച്ചറിവുകൾക്കുണ്ട്. എൻ്റെ മൂത്ത മോനെ വിളിക്കുന്നത് ഓനെ കുഞ്ഞാവാന്ന്, അല്ലെങ്കിൽ അയൽ വീട്ടിൽ ഓലൊക്കെ വിളിക്കല് ഓനൊന്ന് പേരല്ല വിളിക്കുക, കുഞ്ഞാവാന്ന് വിളിക്കും, കുഞ്ഞിപ്പാന്ന് വിളിക്കും. എന്നാൽ ഞങ്ങളെ പെരിയിൽ അങ്ങനൊന്നുമില്ല. ഞങ്ങളിപ്പൊന്നും അങ്ങനെ വിളിക്കുക, ഞങ്ങളെ ഉപ്പൊക്കെ പേരനെ വിളിക്കല്, ഞങ്ങളിപ്പൊക്കെ സ്നേഹം കുറവാണ്. ഇത് പറയുന്നവരാണ് ഈ മക്കൾ, അത് ചിന്തിക്കുന്നവരാണ് ഈ മക്കള്. ഞമ്മക്ക് ആ ചിന്ത ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഈ വയസ്സ് വന്ന ആളുകൾക്ക് ചിന്ത ഉണ്ടാവില്ല. കാരണം നമ്മൾ വളർന്ന രീതിയല്ല ഇന്ന് കുട്ടികൾക്കുള്ളത്. അത് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. അതുകൊണ്ട് നാം മാറേണ്ടതുണ്ട്. എല്ലാവരെയും ഒരേപോലെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നാം സ്നേഹിക്കുക. ചില കുട്ടികൾക്ക് നല്ല കഴിവുണ്ടാവും, ചില കുട്ടികൾക്ക് അത്ര കഴിവുണ്ടാവില്ല. ഒക്കെ നമ്മളെ മക്കൾ തന്നെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവരെയും അകമഴിഞ്ഞ് മനസ്സറിഞ്ഞ് നാം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ചില ഉമ്മമാർ ചില ഉപ്പമാർ നമ്മുടെ കുട്ടികളോട് ടച്ച് ചെയ്യാതെ സംസാരിക്കാറുണ്ട്, ഗൗരവത്തിൽ സംസാരിക്കുക.
ഭയങ്കര ഗൗരവം. അത് ചിലപ്പോൾ അറിയാതെ എനിക്ക് തന്നെ വരലുണ്ട്. നമ്മളതൊക്കെ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹഗ് ചെയ്യാം. ഹഗ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടിപ്പിടിക്കുക, അണച്ചുകൂട്ടി നമ്മൾ കാര്യങ്ങൾ പറയുക, സംസാരിക്കുക. രാവിലെ എണീറ്റ് വരുമ്പോൾ ഒന്ന് ഹഗ് ചെയ്താൽ, ഒരു ഉമ്മ കൊടുത്താൽ, അത് അൽഹംദുലില്ലാ അത് അത്രയും സന്തോഷമാണ്. ആ കുട്ടികൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഊർജം ഭയങ്കരമാണ്. അവർ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകുമ്പോൾ എന്തെങ്കിലും കിച്ചണിൽ അവിടെ ഞാൻ എടുത്തുകാണ്ട് പൊയ്ക്കോ എന്ന് പറയുന്ന ഒരു ഉമ്മ, ആ ഉമ്മയോട് ആ കുട്ടി കാണിക്കുന്ന സ്നേഹത്തെക്കാളും അപ്പുറമാണ് വെള്ളം കൊടുത്ത് മോനെ നീ കുടിക്ക്, നല്ല ഉഷാറായിട്ട് പോ എന്ന് പറഞ്ഞ് ഹഗ് ചെയ്ത് മദ്രസയിലേക്ക് കൂട്ടിപ്പിടിച്ച് മദ്രസയിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു ഉമ്മയോട് കുട്ടിക്കുള്ള സ്നേഹം ഭയങ്കരമാണ്. നമ്മൾ മാറണം. 100% ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ മാറേണ്ടതുണ്ട്. നാളെ മുതലെങ്കിലും നമ്മുടെ മക്കളെ എത്ര വലിയവരാണെങ്കിലും, ഉമ്മമാർ പ്രത്യേകിച്ചും നമ്മുടെ മക്കൾ എത്ര വലിയവരാണെങ്കിലും അവരെ അണച്ചുപൂട്ടി എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ മദ്രസയിലേക്കും സ്കൂളിലേക്കും വിട്ടു നോക്കൂ, അവർക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അതിൻ്റെ റിസൾട്ട് 100% ഉണ്ടാവും, നോ ഡൗട്ട്, അതിലൊരു സംശയം എനിക്കില്ല. ഓക്കെ, അപ്പോൾ അത് ചെയ്തിരിക്കണം. അതുപോലെ ഇനിയിപ്പോൾ ജനുവരി 1-ാം തീയതി ആവാൻ പോവാണ്. ജനുവരി 1-ാം തീയതി ആകാൻ പോവാണ്. അപ്പോൾ ഈ ഒരു വർഷം അൽഹംദുലില്ലാ നമുക്ക് 2025 എന്നുള്ള വർഷം ചെവിടിക്കുന്നം കുടുംബത്തിലെ ആളുകൾക്ക് മാറാനുള്ള ഒരു വർഷമായിട്ട് നാം കാണണം. യൂത്ത് ഗ്രൂപ്പ് ഇവിടെ വരുന്നുണ്ടല്ലോ, അവരുടെ ചർച്ചയിൽ ഇത് വരണം. ഈ വർഷം ഇന്ന പ്രോഗ്രാമുകളൊക്കെ ചെയ്തിരിക്കണം, ഷെഡ്യൂൾ ഇടണം, ടൈം ഇടണം, എന്നിട്ട് പ്ലാൻ ചെയ്യണം. നമ്മുടെ ഈ ഇത്രയും ആളുകളെ, ആയിരക്കണക്കിന് ആളുകളുണ്ട്, ആയിരക്കണക്കിന് ആളുകൾക്ക് മാറാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കേണ്ടത് ഇതിൻ്റെ ഗ്രൂപ്പ് ലീഡേഴ്സാണ്. അവർ പ്ലാൻ ചെയ്യണം. ഇന്ന് എല്ലാവർക്കും നമ്മളെ കുടുംബത്തിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഒരാളുകൾ പാണ്ടിക്കാടാണ്, മറ്റൊന്ന് വയനാടാണ്, കണ്ണൂരാണ്, മലപ്പുറത്താണ്, ഇവിടെ കണ്ണമംഗലത്താണ്. ഇങ്ങനെ എല്ലാവരും കൂടി കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് സാധിക്കില്ല എങ്കിൽ ഇന്ന് ലോകത്ത് അതിന് സംവിധാനമുണ്ട്. അതാണ് ഓൺലൈനിലൂടെ ഒരുപാട് കോച്ചിങ് നടക്കുന്നുണ്ട്, ഒരുപാട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. നമ്മളെ ക്ലാസ്സിൽ, നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കാൻ സാധിക്കുന്ന നിരവധി ക്ലാസ്സുകൾ പുറത്തു നിന്നും അകത്തു നിന്നും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ പോലും, നമ്മുടെ മാഷിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത്തരം സംവിധാനങ്ങളുള്ള ഈ ലോകത്ത് നമ്മൾ മാറി നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത്, സ്കില്ല് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ മക്കൾ ഉന്നതിയുടെ ഉന്നതിയിലെത്താൻ, എല്ലാ രംഗത്തും എത്താൻ, വിദ്യാഭ്യാസ രംഗത്തായാലും സാംസ്കാരിക രംഗമായാലും രാഷ്ട്രീയ രംഗത്തായാലും വളർന്നു വരാൻ ഈ കുടുംബത്തിന് സാധിക്കണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ഈ യൂത്ത് വിങ്ങിൻ്റെ സെഷൻ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഞാൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അതുകൂടാതെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഇതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള അലവിക്കുട്ടി സാഹിബിന് ഒരു ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കുട്ടികൾ 8-9 മുകളിൽ ഉള്ള 8ാം ക്ലാസ് മുതൽ അങ്ങോട്ടുള്ള എല്ലാ കുട്ടികളുടെയും ഡാറ്റ കളക്ട് ചെയ്ത് അവർക്ക് സാധിക്കുന്ന പ്രോഗ്രാമുകൾ, അവർക്ക് സാധിക്കുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ എല്ലാ രംഗത്തും, തൊഴിൽ രംഗത്താണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും എല്ലാം നമുക്ക് നടത്താൻ സാധിക്കുന്ന വ്യക്തമായ ഒരു പ്ലാനിങ് നമുക്ക് ഇടേണ്ടതുണ്ട്. അതിന് ആ ലിങ്ക് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.